കഴിയുന്നു. പക്ഷെ പുസ്തകത്തിന് ചിലവാകുന്ന എണ്ണമല്ല പ്രശ്നം, അതിന്റെ വൈവിധ്യം, വായനയുടെ വൈവിധ്യം, സെലക്ട് ചെയ്യുന്ന വ്യക്തിയുടെ താല്പര്യം, ഇതെല്ലാം പ്രധാനമാണ്. അതുകൊണ്ടാണ് വായനയിൽ ഏറ്റക്കുറച്ച്, പുസ്തകങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റക്കുറച്ച് വരുന്നത് ഇതുകൊണ്ടാണ്. ആ ഏറ്റക്കുറച്ച് വരുന്നതുകൊണ്ട് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുസ്തകം വേണ്ടെന്നല്ല എൻ്റെ അർത്ഥം, അവർക്ക് ആ പുസ്തകം വേണം. ഇപ്പോൾ ട്രെയിനിലും വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവർ ചില പ്രത്യേകതരം പുസ്തകങ്ങളാണ്. വിശ്വസിന്റെ പുസ്തകമാണ് ഏറ്റവും വലിയ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒരു ഭയങ്കര കാരണം സോപ്പ് പുസ്തകമാണ്, പറ്റിയൊരു പുസ്തകം, പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിശിഷ്ടമായ പുസ്തകമൊന്നുമല്ല, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, എന്താ പറയുക, എൻലൈറ്റ്മെന്റ്, നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഈസിയായിട്ട് വായിച്ചു പോകാൻ. അപ്പോൾ യാത്രയിൽ വായിക്കുന്ന പുസ്തകം, അത്തരം പുസ്തകം കേരളത്തിൽ കുറവാണ്. ഇല്ല, എന്നാൽ ഈ അടുത്ത കാലത്ത് 100-110 പേജുള്ള പുസ്തകം ഇറങ്ങുന്നുണ്ട്. അതിൽ അറിവ് സംഗ്രഹിച്ചിരിക്കും. ചിലപ്പോൾ ചരിത്രമായിരിക്കും, ഭൂമിശാസ്ത്രമായിരിക്കും, അല്ലെങ്കിൽ രസകരമായ അനുഭവങ്ങളായിരിക്കും. ഇങ്ങനെ പുസ്തക പ്രസിദ്ധീകരണ മേഖലയിൽ പലതരത്തിലുള്ള നവീനമായിട്ടുള്ള പല രൂപങ്ങൾ വരുന്നു. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ഗ്രന്ഥശാലകളുണ്ടാവും. ആ നാട്ടിലുള്ള എല്ലാവിധ വായനക്കാരുടെയും അഭിരുചിയെ തൃപ്തിപ്പെടുത്തുന്നു. അത്തരം പുസ്തകങ്ങളെല്ലാം വാങ്ങി വെക്കാൻ ഉള്ള തരത്തിൽ ലൈബ്രറി മാനേജ്മെന്റിൽ അതെല്ലാം അറിയാവുന്ന ആളുകൾ, അത് കൈകാര്യം ചെയ്യപ്പെട്ട ആളുകൾ. എന്നാലും 10-100 വർഷമായി നമ്മളിവിടെ എത്തിയത് ലോകത്തെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലാ പ്രസ്ഥാനമായി കേരളം മാറി. അതിനെയും ഗുണപരമായ ഔന്നിത്യങ്ങളിലേക്ക് പോകാൻ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞ ഉദ്ദേശമുള്ളൂ. കേരളം രാത്രിയും പകലുമില്ലാതെ വായിക്കുന്ന ജനതകളുടെ അഭിമാനികളുടെ കാര്യം. അതുപോലെ തന്നെ ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. NVS ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു തകരാറ്, NVS തകരാറുന്ന ഒരു കാര്യം, ചില പ്രത്യേക ആളുകളുടെ പുസ്തകം അടിച്ചെടുത്തു. ഒരു അധികാരം കിട്ടിയപ്പോൾ ചില ആളുകളുടെ പുസ്തകം മാത്രം പ്രസിദ്ധീകരിക്കാൻ അവസരം കിട്ടി. അതൊന്നും ആൾ വായിച്ചില്ല, അത് കെട്ടിയെടുപ്പിക്കുകയും അതിനകത്തൊന്നുമില്ല വായിക്കാൻ. ഒരാളിന്റെ കുറേയധികം പുസ്തകം പബ്ലിഷിംഗ് യാതൊരു നല്ല പുസ്തകമാണെങ്കിൽ അതല്ല, നമ്മളൊരു വിഭാഗീയമായ തലത്തിൽ ഈ ഗ്രന്ഥശാലയിൽ കണ്ടു. ഇവിടെ നമ്മൾ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇവിടെ 2 MPമാരുടെ MB എന്ന് വിളിച്ചിട്ടുണ്ട്. MB എന്ന് പറഞ്ഞു ഇവിടെ നോട്ടീസ് ചെയ്യാൻ കണ്ടു. ഈ ജില്ലയുടെയാണ് 2 MB ഇവിടെ വിളിച്ചിട്ട് വിളിക്കട്ടത് ഔദ്യോഗികമാണ്. ദൗത്യം ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോ എത്ര MPമാരുണ്ടോ ഒരുപാട് അവരുടെ എല്ലാവരുടെ പേര് ഇവിടുത്തെ MPയെ വിളിച്ച് നന്നായി. പക്ഷെ അപ്പുറത്തെ MPയെ വിളിച്ചിട്ട് അതിന് വേണ്ട നാളെ ഫോട്ടോക്കാർ ഇന്നേക്ക് കാണാനായിരുന്നു ഞാൻ പറയുന്നത്. അപ്പൊ തന്നെ പ്രസ്താവന ഇറക്കാണ് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെറിയ അശ്രദ്ധയാണ്. അല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ MLA-മാരെ വിളിക്കാൻ ഈ ജില്ലയിൽ എല്ലാ MLA-മാരെ വിളിച്ച് അവർക്ക് എന്തെങ്കിലും റോഡ് കൊടുക്കാം. പക്ഷെ MLA-മാരെ പൊതുവെ ആരെയും വിളിച്ചില്ല. എന്നെ വിളിച്ചു കൊടുക്കാനായിട്ട് വേറെ ആരും വിളിക്കാനൊരു പക്ഷേ പറയാം. അപ്പൊ നമ്മളൊരു സമ്പൂർണതയാണ് വായന, ഒരു വിഭാഗീയതയല്ല. ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ടത് ഈ സമൂഹം മുന്നോട്ട് പോകും. ഈ സമൂഹം പോകണമെങ്കിൽ വിജ്ഞാനം പൊതുവായിട്ടുള്ളതാണ്. അത് പാർട്ടി അടിസ്ഥാന വിധം മാത്രമല്ല, അത് പ്രത്യയശാസ്ത്രമാണ്. പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ പൊളിറ്റിക്കൽ അടിസ്ഥാനത്തിൽ അത് യാതൊരു സംശയം. ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യയശാസ്ത്രത്തെ ആക്ഷേപിക്കുന്ന ഒരാളെ വിളിക്കാൻ കഴിയില്ല. പക്ഷെ പൊതുവായിട്ടുള്ള കാര്യം സ്കൂളുകളെ, കോളേജുകളെ, യൂണിവേഴ്സിറ്റികളെ, ഗ്രന്ഥശാല, അനൗദ്യോഗിക യൂണിവേഴ്സിറ്റിയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ വായനശാല നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഉത്സവ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ എല്ലാം കേസെടുക്കാനെന്നുള്ളത് FIR പോലീസ് ഒന്നും പിടിക്കാൻ മന്ത്രിയുടെ പേരുണ്ട്. അവർക്ക് പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ ഇടത്തല്ലായിരിക്കും എല്ലാവരും കൂടെ കൂടെ നിൽക്കുക, കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കാണ്. അതെന്ത് ചെയ്യും? ഇത് ഗ്രന്ഥശാല പ്രവർത്തകരുടെ ചെയ്തല്ല. ഇതുവരെ മുൻകൂട്ടി അനൗൺസ് ചെയ്യാതെ മൈക്രോണിൽ പ്രസംഗിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നവിടെ ചെയ്യണം. പിന്നെ എന്തായാലും ഇരിക്കാൻ ഇവിടുന്ന് പറയണം. അപ്പൊ ഈ സ്ഥലത്ത് വെച്ചതിന്റെ ഒരു പ്രശ്നമുണ്ട്.
അതിനൊരു നാട് വെക്കേണ്ട കാര്യമില്ല, ഈ മൈതാനത്ത് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു നല്ല കാട് 100-100 പേര് എടുത്ത് നന്നായിട്ട് നടത്താം. ഇപ്പൊ എന്തായാലും ഓർഡറിലായി നമ്മൾ പണ്ടുകാലം ശ്രമിക്കണം. ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എത്ര പേരാ മരിച്ചു? 10,000 അടുത്തായില്ലേ മരണം. പ്രമുഖരായ എത്ര പേര് മരിച്ചു? അതുകൊണ്ട് എല്ലാവരും ഒന്നും മരിക്കില്ല. എന്നാൽ ശാരീരിക ദൗർബല്യം ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വളരെ പ്രായമായവർ സൂക്ഷിക്കണം, ശ്വാസകോശ രോഗമുള്ളവർ സൂക്ഷിക്കണം. ഇതിനൊക്കെയുള്ള വളരെ ശ്രദ്ധിക്കണം. ഒരു സമ്മേളനത്തിൽ എഴുന്നേറ്റ് കുറച്ചാൽ നിൽക്കേണ്ടത് വളരെ പ്രശ്നമാണ്. അതിന് എണ്ണത്തിലൊക്കെ വളരെ ഇതുണ്ട്. അപ്പൊ നമ്മള് ഒരു നാളിൽ നമ്മൾ സമ്മേളിച്ച് കുറച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്തു, എല്ലാവരും സംസാരിക്കുന്ന എല്ലാവരും കേട്ട അങ്ങനെയുള്ള ഒരു മുമ്പെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കമ്മിറ്റിയാണ്. കാരണം അരിയരായാലും നമ്മുടെ നല്ല മികച്ച ആൾക്കാരാണ്. മുമ്പുണ്ടായതിനേക്കാൾ മെച്ചമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മികച്ച കമ്മിറ്റി. അപ്പൊ അവരൊന്നും മനസ്സിലാക്കി പറയാൻ പറ്റില്ല, ശ്രദ്ധിക്കണമെന്ന് പറയാം. ഈ കാലം ഗൗരവമുള്ള ഒരു കാലമാകും. ഗൗരവമില്ലാതെ നമ്മൾ സമ്മേളനം നടത്തിക്കൂടാ. കുറെ പേര് നിൽക്കുക, കുറെ പേര് ഇരിക്കുക, കസേര ഒഴിഞ്ഞു എടുക്കുക. എന്നിട്ട് മന്ത്രിയോട് പറയാം ഒഴിഞ്ഞ കസേരയോട് സംസാരിക്കാം. ആ മന്ത്രിയുടെ ശരീരം പറഞ്ഞതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇരുന്നിട്ട് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടും ഞാൻ ഇരുന്നിട്ടില്ല, വല്ല കസേരയില്ല. അത് നമ്മുടെ ഒരു രീതിയാണ്. ഇത്തരം വായനയാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ ആ വായന കൊണ്ട് യാതൊരു ഗുണമാണ്. ഇത്തരം വായന അർത്ഥ മനസ്സോടുകൂടി വായിക്കും. മുണ്ടശ്ശേരിയുടെ പ്രയോഗമുണ്ട്, മുനിയേക്കാവീശ. അറിയാവുന്നവരും കാണും. വായിക്കുന്നില്ല, മുതലേക്കാണ് മാത്രം. വിദ്യാഭ്യാസ മന്ത്രിയായാലും മാത്രമേ അറിയപ്പെടും. അദ്ദേഹം വിമർശകനായതെന്ന് ആരും പറയുന്നില്ല. ആരും പറഞ്ഞു ഒരു ലേഖനം പോലും വരാനില്ല. ഇല്ല. അപ്പോ അദ്ദേഹത്തിന് മുനിയേക്കാവീശ, അതായത് ഒരു പ്രമാണി ഒരു ഭാര്യ പറഞ്ഞ് പോയി മുനിയേക്കാൻ വെച്ചു അറിയപ്പെട്ടു. പുള്ളിക്ക് നാളെ അതാണ് മുനിയേക്കാവീശ. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്യണം, എനിക്ക് നാണക്കേടല്ലേ എന്ന് ചിന്തിച്ച് ചെയ്യുന്ന വൃത്തികെട്ട ഒരു മനോഭാവമാണ് മുനിയേക്കാവീശ. അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് കോളേജിൽ പഠിച്ചാൽ വായിച്ചതാ, വായിച്ചു ഞാൻ പറഞ്ഞത് കേട്ടോ. വിദ്യാഭ്യാസം മുനിയേക്കാവീശൊന്നുമല്ലല്ലോ, ഒരുപാട് പ്രസ്ഥാനമാണ്. 10,000 കേരളമാരായുണ്ട്. ഇത് ശക്തമായ പ്രസ്ഥാനമാണ്. അപ്പൊ വായന വളരെ സീരിയസ് ആണ്, ഗൗരവമുള്ളതാണ്. കാരണം ഒരു ബുക്കിനെ പറ്റി മിൽട്ടൺ പറഞ്ഞൊരു വാചകമുണ്ട്, A book is the precious lifeblood of a master genius. ഒരു അതിപ്രതിഭാശാലിയുടെ എന്താ രക്തമാണ്, രക്തത്തിൽ നിന്ന് പിറന്നതാണ് ഈ പുസ്തകം. അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് രാപകൽ ഉറക്കമുളച്ചിരുന്നാണ് മഹത്തായി എന്നുകൊണ്ട് വിളിച്ചിട്ടുള്ളത്. രാവിലെ എന്ന് എഴുതാ, വൈകുന്നത് അങ്ങനെ എഴുതാറുണ്ട്. എന്നിട്ട് 3 പത്രങ്ങൾക്ക് മാസത്തേക്ക് 3 തരത്തിലുള്ള കുട്ടിക്കഥകൾ കൊടുക്കുക. അത് മുഴുവൻ ഞാൻ പറയുന്നില്ല, അതിന് വായനക്കാരുണ്ട്, ഇതിന് പറയുന്നത്. പക്ഷെ വളരെ ഗൗരവമുള്ളതാണ് വായന. വായന പരിവർത്തനം വരുത്തുന്നതാണ്. പുസ്തകങ്ങൾ വായിച്ചാണ് ലോകത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടായത്. ചരിത്രമാണ് പറയുന്നത്. തുർക്കിയുടെ തലസ്ഥാനമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ. മുസ്ലിം സമൂഹത്തിൽ ആദ്യമായി റിനൈസൻസ് ഉണ്ടായത് അവിടെയാണ്. അറബ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും വേണ്ടത്ര റിനൈസൻസ് വന്നിട്ടില്ല. മുല്ലപ്പുഴക്കളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ വ്യവസ്ഥയിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ പറഞ്ഞാൽ ഏകദേശം 500 വർഷം അവിടെ കോൺസ്റ്റാന്റിനോപ്പിളിൽ അതിപ്രശസ്തമായ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ലൈബ്രറി ഇതായിരുന്നു. നമുക്കാണ് ആ ലൈബ്രറിയെ ഭാരതീയ സാക്രവർക്ക് നശിപ്പിച്ചു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാർ വന്ന് താമസിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പണ്ഡിതന്മാരിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടിയ പുസ്തകമായിട്ട് അവർ പോകുന്നത്. അങ്ങനെ യൂറോപ്പിൽ ചെന്ന യൂറോപ്യൻ പണ്ഡിതന്മാരാണ് ഈ പുസ്തകമാണ് ഭൗതികമായി വഴിവെച്ചതെന്നാണ് യൂറോപ്യൻ റെസൻസ് പറയുന്നത്. ഇംഗ്ലീഷ് പറയുന്നത് ഈ പുസ്തകങ്ങളെന്ന അറിവിൽ നിന്നാണ് നവോത്ഥാനം ഉണ്ടായത്. നവോത്ഥാന കാലത്താണ് ഷേക്സ്പിയറും ഇതുപോലുള്ള മഹാന്മാരെ സാഹിത്യകാരന്മാരെ ജീവിച്ചിരുന്നത്.
അവിടെ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സ്വാധീനം ബാധിച്ചു. അതുപോലെ റൂസോയുടെയും മോണ്ടസ്ക്യൂവിന്റെയും വോൾട്ടയറുടെയും പുസ്തകങ്ങൾ വായിച്ചാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത്. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകം വായിച്ചിട്ടാണ്, സാമൂഹ്യ രീതിയാണ്. അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ താത്വികാടിസ്ഥാനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുസ്തകങ്ങളാണ് ഒരു സംഭവങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. ടോൾസ്റ്റോയുടെ പുസ്തകം റഷ്യൻ വിപ്ലവത്തെ എത്രമാത്രം സ്വാധീനിച്ചു. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയാണ് ടോൾസ്റ്റോയുടെ പുസ്തകം എന്ന് പറഞ്ഞ മകനായ ജന്മാണ്. മൈക്കോവിസ്കിയുടെ കവിതകൾ, പുഷ്കിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് വളരെയേറെ സ്വാധീനിച്ചു വിപ്ലവത്തെ. ലോകത്തെ എല്ലാ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഉന്നപ്രവേലാന്ന ഒരു പി ഭാസ്കറിന്റെ കവിത ആർക്കാതെ മറക്കാൻ കഴിയും. അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്ക് പോലും അതിനെ മനസ്സിൽ അനശ്വരമാക്കിയത് അദ്ദേഹത്തിന്റെ വയലാർ ബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞത് വായന വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുകയും വിലക്കി മറിക്കുകയും ചലനാത്മകമല്ല എന്ന് തോന്നുന്ന ഒരു സമൂഹത്തിൽ പോലും ചലനാത്മകമാണ്. അത് ചലിക്കാതിരിക്കാൻ പറ്റും. ഒന്നും നിശ്ചലമായി ഇരിക്കുന്നതേ ഇല്ല എന്നർത്ഥം നമ്മൾ നോക്കില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹം ജടിലമായി പിന്തിരിപ്പനായി ഇരിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. സമൂഹത്തിന് ഉപരിഘടനയിൽ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഗ്രന്ഥങ്ങൾ വായിച്ച് വലിയ തരത്തിലുള്ള വിപ്ലവകരമായ ആശയങ്ങൾ പ്രചരിച്ച് ജനങ്ങൾ സാമൂഹ്യ മാറ്റത്തിലേക്ക് വേണ്ടിയുള്ള വിപ്ലവത്തിലേക്ക് തുടങ്ങിയിരിക്കുന്നു. അത്രമാത്രം ഗൗരവമാണ് വായനയുടെ സ്വാധീനം എന്നത് നാം മനസ്സിലാക്കണം. ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. എല്ലാം വായിച്ചാലും സാമൂഹികമായ മാറ്റത്തിന് വേണ്ടി എല്ലാ പുസ്തകങ്ങളും പ്രേരിപ്പിച്ചുകൊണ്ട് വരില്ല. ഇന്നുകൊണ്ട് നാളെയില്ല. വളരെ ഗൗരവമായി തന്നെ ആ പുസ്തകങ്ങൾ കാണേണ്ടതെന്നാണ് പറയാം. അതുകൊണ്ട് ഗ്രന്ഥശാലകളുടെ കേരളത്തിൽ ലോകത്തെവിടെയുള്ളത് യഥാർത്ഥത്തിൽ കേരള ഗ്രന്ഥശാല സംഘം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ട് എന്നൊരു കണക്കെടുത്തില്ല. ഒരു നിശ്ചിത കാലത്ത് കേരളത്തിൽ എത്ര ഗ്രന്ഥങ്ങൾ ഇന്നുവരെ കണക്കെടുത്തില്ല. ഗ്രന്ഥശാലകൾക്ക് അകത്തുള്ള പുസ്തകങ്ങളുടെ തന്നെ എണ്ണമെടുത്തെന്ന് എനിക്കറിയില്ല. ക്ഷമിക്കില്ല, വളരെ കണക്കില്ല. അഭിനയിറ്റ് ചെയ്ത് ഗ്രന്ഥശാലകൾക്ക് അകത്തുള്ള പുസ്തകം ആ ഗ്രന്ഥശാലയിൽ കാണും. പക്ഷെ മൊത്തം എത്ര വേണ്ടത് സ്റ്റേറ്റ് കാണുമായിരിക്കും. പക്ഷെ കേരളത്തിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതായിരുന്നു. അത് ചർച്ച വിഷയം. ഇത്ര ലക്ഷം പുസ്തകങ്ങൾ കേരളത്തിൽ ലക്ഷത്തെ കോടികളുണ്ടാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഗ്രന്ഥശാല സംഘത്തിന്റെ ഗ്രന്ഥാലയം. അതിന് യൂണിവേഴ്സിറ്റിയിൽ കിടക്കരുത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ലൈബ്രറി, അവരുടെ പൊതു ലൈബ്രറി വേറെയില്ല. എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്. ട്രിവാൻഡ്രത്തെ പബ്ലിക് ലൈബ്രറി എടുത്ത 4-5 ലക്ഷം പുസ്തകം. ചിലപ്പോൾ അതിൽ പോകുന്നുണ്ടാവും. പുസ്തകമൊക്കെ നമ്മുടെ സ്ഥലമില്ലായിരുന്നു. ഇപ്പൊ 6 മാസം കൊണ്ട് വീണ്ടുപടി ഒന്നാന്തര ഒരു കെട്ടിടം, പഴയ കെട്ടിടം പോലെ തന്നെ അവിടെ നിർമ്മിച്ചു കൊടുത്തത്. അതേ വലിപ്പറ്റാത്ത കാഴ്ച. പുസ്തകമൊക്കെ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഹോം ലൈബ്രറികളുള്ള എത്രയോ ആയിരക്കണക്കിനാണ്, ലക്ഷക്കണക്കിനാണ് ലൈബ്രറി. കോളേജുകളിലല്ല ലൈബ്രറികൾ, സ്കൂളുകൾ ലൈബ്രറികൾ. വായന ഇവിടെ ഉണ്ടല്ലോ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലൈബ്രറികളുണ്ടല്ലോ 10 ലക്ഷം. പിന്നെ നമ്മുടെ പുസ്തക സ്റ്റാളുകളിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ NBS, DC ബുക്സ്, ഇങ്ങനെ ഒരുപാടില്ല. കറന്റ് ബുക്സ്, പ്രഭാത് ബുക്സ്, ഇതെല്ലാം പുസ്തകങ്ങളല്ലേ. എല്ലാം കൂടെ എത്ര ഉണ്ടാവും? 1 കോടി ഉണ്ടാവും. ജനസംഖ്യ 3,35,40 ലക്ഷം. അപ്പൊ ഒരാൾക്ക് എത്ര പുസ്തകമുണ്ട്? ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്സ് വെളിയിൽ കൊണ്ടുവരാനാണ് ആവശ്യം. അത് സമൂഹത്തെ പ്രബുദ്ധമാകും. വർഗീയതയ്ക്കും അഴിമതിക്കും വലിയ പോരാട്ടങ്ങൾ ഈ കണക്കുകൾ വരിക. ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് താല്പര്യം ഉണ്ടാവും. ലോകത്ത് ഇത്രയും പുസ്തകങ്ങളുള്ള ഒരു നാടും ഉണ്ടാവും. ഒരു പ്രവിശ്യമില്ല. ഒരു പ്രവിശ്യ മാത്രമാണ്. വടക്കേ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്താണ് ഗ്രന്ഥാലയം? എത്രണ്ടാവും? അമേരിക്കയുടെ ഗ്രാമങ്ങളിൽ എവിടെയാ വായനശാല? നമ്മൾ സിനിമയാണ് ഉണ്ടാവും. അല്ല ഗ്രന്ഥശാലയില്ല. അവിടെ ഒന്നുമില്ല. അവിടെ അമേരിക്ക സ്റ്റേറ്റ് ലൈബ്രറി ലോകത്തെ ഏറ്റവും പരിപാടി. അത് ശരിയാണ്. അവിടെ സ്റ്റേറ്റ് ലൈബ്രറി പോടാനും കൂടി പുസ്തകം ഉണ്ടാകും. അവിടെ പ്രൊഫസർമാരൊക്കെ ഉണ്ട് ലൈബ്രറിയിൽ. അവിടെ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ IAS-കാരെക്കാളൊക്കെ മികച്ച പദവിയാണ്. ഇവിടെ IAS-കാരാണ് ഏറ്റവും. IAS ഭയങ്കര സംഭവം.
ഭയങ്കര ശ്രമം. അതാണ് ഏറ്റവും വലിയ പണം. മന്ത്രിമാരുടെ ചോദിച്ചാൽ കൂടുതൽ കാരണം ഇവര് മന്ത്രിമാരുടെ സാധനം കിട്ടും. വിളിച്ചത് മന്ത്രിമാർക്ക് വിചാരിക്കും ഞങ്ങൾ അവരെക്കാൾ നേട്ടാണ്. ഇതിനെ എന്തോ വിളിക്കാൻ നമുക്കറിയത്തില്ല. ചിലരെ വിളിക്കാൻ എനിക്കറിയാം. അങ്ങനെയല്ല, ചില മുഖ്യമന്ത്രിമാരെയൊക്കെ മുമ്പുണ്ടായത് മുഖ്യമന്ത്രി IAS പ്രമാണി എറണാകുളത്ത് IAS മീറ്റിംഗ് വിളിച്ച് നമ്മൾ മോശം ചെയ്യും. അതുകൊണ്ട് അതൊരു പരീക്ഷയാണ്. അതായിക്കോട്ടെ, അവിടെ വിളിച്ചു. അമേരിക്കൻ ലൈബ്രറിയിൽ പ്രൊഫസർമാരും ലൈബ്രറികൾ എന്നൊക്കെ പറഞ്ഞ ചീഫ് ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ സ്റ്റാറ്റസ്, എന്താ ക്വാളിഫിക്കേഷൻ? അതൊക്കെ ഒരു വലിയ അക്കാഡമിക് സ്ഥാപനമായിട്ടാണ്. കോളേജിനേക്കാൾ മാത്രമാണ്, യൂണിവേഴ്സിറ്റികൾ വലുതാണ് നമ്മുടെ ലൈബ്രറി. ഈ തരത്തിലുള്ള നവീനങ്ങളായ അറിവുകൾ നമ്മുടെ ഗ്രന്ഥശാല നടത്തുന്ന കമ്മിറ്റികൾക്ക് കൊടുക്കണം. അങ്ങനെല്ലാം കൊടുക്കേണ്ടതായിരുന്നു. അല്ലാതെ ഇത് ഇലക്ഷൻ ആകുമ്പോൾ രണ്ട് മുന്നണിയായിട്ട് മത്സരിച്ച് നമ്മൾ ജയിച്ചു, അത് നാളെ ഉണ്ടാവും. അതുപോലെ അപ്പുറത്തേക്ക് നമ്മൾ ഇതിന്റെ ഭരണപരവും ഭൗതികവുമായ തലങ്ങൾ, ആശയ തലങ്ങൾ വളരണം. കേരളത്തിൽ അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ ഇനി കേരളത്തിന് ഭാഗ്യമുള്ളൂ. കാരണം വർഗീയത വളരെയധികം ശക്തിപ്പെടുക, താഴ്ന്ന തലങ്ങളിൽ താഴ്ന്നാഴ്ച വരികയാണ്. സെക്യുലറായ ശക്തികളിലൂടെ പിടിച്ചു നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമേ സെക്യുലർ ഫോഴ്സ് കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നുള്ളൂ. ഊഷ ജനാധിപത്യ പാർട്ടികളെല്ലാം അലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 100% ഇല്ലാതായി. കേരളത്തിൽ ക്ഷീണിച്ചു. അഭിവൃദ്ധിപ്പെട്ടതായ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് വർഗീയ ശക്തികൾ ശക്തിപ്പെടുകയാണ്. ഈ ലൈബ്രറികളൊക്കെ നാളെ അവരുടെ കയ്യിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇതിനുള്ള മോശമായിരിക്കും. ഇങ്ങനെ കൂടി സമ്മേളനം നടത്താമെന്ന് ആരും കരുതണ്ട. ഇത് ചർച്ച ചെയ്യുന്ന വേറെ വല്ല കാര്യമില്ല. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കാരണം ഇവിടെ സെക്യുലറിസ്റ്റ് ആയതാണ് സെക്യുലർ. അതിനെ ഗൗരവമായി കാണണം. പുസ്തകങ്ങളുടെ മാഹാത്മ്യം, നമ്മൾ എത്രയാണ് പുസ്തകം വായിക്കണം കേരളം. ഇവിടെ ജനസംഖ്യയുടെ ആനുപാതികമായ എത്ര പുസ്തകമാണ്. ഇതൊക്കെ വെളിപ്പെടുത്തുന്ന സർവേകൾ വളരെ ആവശ്യമാണ്. അതിന് വേണ്ടി പ്രയാസമൊന്നുള്ള കാര്യമില്ല. ഏതാണ്ട് ഒരു വർഷക്കാലം അതിനുവേണ്ടി ശ്രമിച്ചാൽ ആ റിസൾട്ട് എല്ലാവർക്കും കണക്ക് കിട്ടുന്നതാണ്. വ്യക്തികളുടെ ലൈബ്രറികളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായി ചേർത്ത് കണക്ക് കൂട്ടാൻ പറ്റില്ല. സാമ്പിളെടുത്താൽ ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ആളുകൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഏതാണെന്ന് നമ്മൾ സമയമാണ്. വ്യക്തികൾ വായിക്കുന്ന പുസ്തകങ്ങൾ. പിന്നെ ലൈബ്രറികൾ വാങ്ങുന്നത് എല്ലാത്തിലും വാങ്ങും. പൊതുവെ യൂണിവേഴ്സിറ്റികളൊക്കെ എല്ലാ പുസ്തകവും വാങ്ങിച്ചിട്ട് അവിടെ പ്രത്യേക ഒരു പുസ്തകം മാത്രം വാങ്ങിക്കുന്നുണ്ട്. എല്ലാ പുസ്തകവും വാങ്ങിച്ചു, ഇന്റർനാഷണലായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ആളുകൾ വായിക്കുന്നത് സ്ത്രീകളൊക്കെ പുതിയ തലമുറ എങ്ങനെയാ വായിക്കുന്നത്, രാഷ്ട്രീയക്കാരെന്തൊക്കെ വായിക്കും, നമ്മളെ നയിക്കാൻ അർഹരാണോ നോക്കണം. അറിവുള്ളവരെ നയിക്കാൻ രാഷ്ട്രീയക്കാർ അർഹരാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയൊന്നും വേണ്ട. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മനുഷ്യ സമൂഹത്തിന്റെ എന്താ നേതൃത്വം അറിവുള്ളവരിലേക്ക് വരണം. അറിവെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമല്ല. അറിവെന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ കൂടിയുള്ളതും പിന്നെ വായന രണ്ടും കൂടി ചേർന്ന്. അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപനം. പക്ഷെ വായന സംഭവം ഈ തരത്തിലൊക്കെയുള്ള ഒരുപാട് മുൻകൈകൾ നമുക്ക് ഉള്ളിലുള്ളതായി വളരെ ഗൗരവമുള്ളതാണ്. ആവശ്യമായ ഗൗരവമില്ലാതെ പ്രശ്നങ്ങളെ സമീപിക്കുന്നവരുടെ എണ്ണം പോലെ കമ്മിറ്റ്മെന്റ് ആണ് ഗൗരവം. ഗൗരവം ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് വരും. കമ്മിറ്റ്മെന്റ് ഗൗരവം എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നതല്ല, സീരിയസ് ആയി എടുക്കണമെന്നാണ്. വസ്തുതകൾക്ക് ഒരു വില കൊടുക്കും. ഒരാൾ ശരി പറഞ്ഞ് 100 പേര് തെറ്റ് പറഞ്ഞാൽ ആ ഒരാളുടെ ശരിയാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ആ ശരി മാത്രമേ ചെയ്യത്തുള്ളൂ. ആ 100 പേരെ പിന്നെ കാണത്തില്ല. ഈ തരത്തിലുള്ള വലിയ ചിന്തകൾ, ചെറിയ മനുഷ്യരായ നമുക്ക് വലിയ ചിന്തകൾ ഈ നാട്ടിൽ സംഭാവന ചെയ്യുന്നതാണ് ഈ മഹത്തായ ലൈബ്രറി.